ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച. 2019 ജൂലൈ മാസം 20-ന് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ പങ്കെടുത്തില്ല. സെപ്റ്റംബർ 11-ന് പാളി പുനഃസ്ഥാപിക്കുമ്പോൾ മഹസറിൽ തൂക്കവും രേഖപ്പെടുത്തിയില്ല. മഹസറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദിസ്ന, ഈ സ്വർണ്ണപ്പാളി അഴിച്ചുമാറ്റി നൽകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ആചാര ലംഘനമാണ്. കാരണം ഈ പ്രധാന ശ്രീകോവിലിനകത്തുള്ള ദേവചൈതന്യത്തിൻ്റെ ഒരംശമാണ് ഈ പറയുന്ന പുറത്തിരിക്കുന്ന വിഗ്രഹങ്ങളിലും അതല്ലെങ്കിൽ പുറത്തിരിക്കുന്ന മറ്റ് ദേവസ്ഥാനങ്ങളിലും എല്ലാം പകർന്നു നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളിയോ അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള എന്തൊരു വസ്തുവോ അഴിച്ചു കൊടുക്കുന്നത് തന്നെ ദേവപ്രശ്നം നടത്തിയതിന് ശേഷമേ ആകാവൂ എന്നതാണ് ചട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഹൈന്ദവ വിശ്വാസം. ഇതെല്ലാം ലംഘിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ടെക്നിക്കലി കൂടി ലംഘനങ്ങൾ അവിടെ നടന്നിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പറയൂ ദിസ്ന. അതുപോലെ തന്നെ അതായത് പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന മഹസറാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായി പറഞ്ഞാൽ 2019 ജൂലൈ 20-നാണ് പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ഈ കൈമാറുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ പങ്കെടുത്തില്ല എന്ന് തന്നെയാണ്, ഇതിന്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ഇതിൽ പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 11-ന് ഈ പാളി പുനഃസ്ഥാപിച്ചപ്പോൾ മഹസറിൽ തൂക്കവും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് യാതൊരു തെളിവും ഇല്ലാത്ത രീതിയിലാണ് ഈ കൈമാറ്റം ഒക്കെ നടന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം NV ഗോവിന്ദൻ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമത്തിനെ തകർക്കാനുള്ള ഒരു ആരോപണം എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് പുറത്തു വരുന്ന തെളിവുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതനുസരിച്ച് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നൊരു കാര്യമാണ്. അതായത് തനിക്ക് ലഭ്യമായത് ചെമ്പുപാളിയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നത് തനിക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല, തന്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്, അത് താൻ കോടതിയിൽ ബോധ്യപ്പെടുത്തും എന്നൊരു കാര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട്. അതേസമയമാണ് ഈ പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടെന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. 2019 ജൂലൈ 20-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ പങ്കെടുത്തില്ല. അതോടൊപ്പം തന്നെ പുനഃസ്ഥാപിച്ചപ്പോഴും മഹസറിൽ തൂക്കം രേഖപ്പെടുത്തില്ല എന്ന് തെളിയിക്കുന്ന മഹസറിന്റെ കോപ്പിയാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ഗൗതം, ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണ്ണപ്പാളികൾ എടുത്തു മാറ്റുമ്പോഴും പിന്നീട് അത് പുനഃസ്ഥാപിക്കുമ്പോഴും കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന മഹസറിന്റെ കോപ്പിയാണ് ജനം ടിവി ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.